നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആത്മവിശ്വാസത്തിലും ചിലരെങ്കിലും ആശങ്കയിലുമാണ്. ബി ജെ പിയുടെ കേരള പ്രതീക്ഷ എന്താണ്? കാട്ടാക്കട സ്ഥാനാർത്ഥിയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസ് നമുക്കൊപ്പം ചേരുന്നു. വെരി ഗുഡ് മോർണിംഗ് പി കെ കൃഷ്ണദാസ്. നമസ്തേ. ഓക്കെ, നമസ്കാരം. സുപ്രഭാതം അരുൺജി. സുപ്രഭാതം സുപ്രഭാതം. എക്സിറ്റ് പോൾ കണ്ടപ്പോൾ ആശ്വാസമായോ ആശങ്കയായോ? ഓക്കെ ഓക്കെ ഇല്ല, ഞങ്ങൾക്ക് ഈ എക്സിറ്റ് പോള് ഒരു എക്സാക്ട് പോളാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷേ ഈ എക്സിറ്റ് പോളിൽ ചില സൂചനകൾ, വ്യക്തമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ LDF-ന് പരമാവധി 68 സീറ്റും UDF-ന് 85 സീറ്റും അതുപോലെ BJP-ക്ക് 3 മുതൽ 14 സീറ്റ് വരെ വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം വ്യക്തമാക്കുന്നത്, നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള LDF സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ജനങ്ങളുടെ രോഷവും പ്രതിഷേധവും അമർഷവും ഒക്കെ ജനവിധിയിൽ പ്രകടമാകും എന്നുള്ളതിൻ്റെ സൂചന ഈ എല്ലാവരും നടത്തിയ സർവേയിൽ വ്യക്തമാകുന്നുണ്ട്. 2 വ്യത്യസ്തമായിട്ട് LDF-നെതിരെ ജനവികാരം ശക്തമാകുമ്പോൾ തന്നെ അത് UDF-ന് മുഴുവനും UDF-ന് അനുകൂലമാണ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കേരളത്തിൽ കാണുന്നത് പോലെ ഒരു UDF അനുകൂല തരംഗം അതും നമുക്കിവിടെ കാണാനില്ല. കാരണം ഏറ്റവും കുറഞ്ഞ സീറ്റ് UDF-ന് പറയുന്നത് 68ഉം 70ഉം ഒക്കെയാണ്. അതായത് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ 85 വരെ പ്രവചിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു UDF തരംഗം അത് കേരളത്തിൽ കാണാനില്ല. മറിച്ച് ഈ ഇടതുപക്ഷത്തെ LDF-നെ തോൽപ്പിക്കാൻ എവിടെയൊക്കെയാണോ BJP-ക്ക് സാധിക്കുക, NDA-ക്ക് സാധിക്കുന്നത്, അവിടെ ജനങ്ങൾ NDA-യോടൊപ്പം BJP-യോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ അഭിപ്രായ സർവേയിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ കാണുന്ന മറ്റൊരു പാർട്ടി തലത്തിൽ ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. കാട്ടാക്കട അടക്കം താങ്കൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. വിജയിച്ചു വരുമോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ 4-ാം തീയതിക്ക് ശേഷമേ അറിയുള്ളൂ. എങ്കിൽ പോലും പാർട്ടി തലത്തിലെ സൂക്ഷ്മമായിട്ട് നടത്തിയ വിലയിരുത്തൽ ഇനിയിപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എത്ര സീറ്റുകൾ വരെ കിട്ടിയേക്കാം? ഒരു 10 സീറ്റ് വരെ കിട്ടിയേക്കാമെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ചില നേതാക്കൾ റൗണ്ട് ചെയ്ത് 3-4 എങ്കിലും കിട്ടിയാൽ അത് വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താ? പാർട്ടിയിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്? അല്ല, ഞാനൊരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വിലയിരുത്തിയാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന പാർട്ടി BJP-യും മുന്നണി NDA-യുമായിരിക്കും.